നമസ്കാരം. ഷാഫി എന്ന കപടനെ തുറന്നു കാട്ടാനുള്ള ഒരു വീഡിയോ കൂടിയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ അവിടെയുമില്ല ഇവിടെയുമില്ല, ഞാൻ അതിലൊന്നും ഉൾപ്പെടാത്തൊരു മാന്യൻ ചമയാൻ ആര് ശ്രമിക്കുന്നുണ്ട്? ഷാഫി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ശ്രമിക്കുന്ന ഷാഫിയുടെ പല വീഡിയോകൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള വികാരം വാരി വിതറിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് കാണുമ്പോൾ അയ്യോ പാവമല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകണമെന്ന തരത്തിലുള്ള സിനിമാ നടന്മാരെ വെല്ലുന്ന അഭിനയമാണ് ഇവർ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് റീൽസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു റിയാലിറ്റി നിങ്ങളെ കാണിക്കാനാണ്. അതിനു മുന്നേ ഒരു ഉദാഹരണം നിങ്ങളോട് പറയാം. ആ ഉദാഹരണം എന്തിനു പറയുന്നു എന്ന് വെച്ചാൽ, നിങ്ങൾ ഇതിനല്ല മറ്റൊരു സാഹചര്യത്തെക്കുറിച്ച് ചിന്തിച്ചതിന് ശേഷം അവിടെ ഷാഫിയെ പ്ലേസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് അയാൾ ഫ്രോഡാണോ ഇല്ലയോ എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഉത്തരമാകും. അതായത് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ബാങ്കിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ആരെങ്കിലും വരുന്നു എന്ന് വെച്ചോ. ഏതെങ്കിലും നിങ്ങളൊരു നിക്ഷേപ പദ്ധതിയിൽ ചേരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരാൾ വരികയാണ്. നിങ്ങൾ ആരെയാണ് ആദ്യം വിശ്വസിക്കുന്നത്? നിങ്ങളുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരാൾ വന്നിട്ട് പറയുകയാണ് അത് കൊള്ളാം കേട്ടോ, അവിടെ നിങ്ങളത് ചേരുന്നത് നല്ലതായിരിക്കും, അവിടെ എല്ലാം നല്ലതാണ്, വിശ്വസിക്കാമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആ പദ്ധതിയെയാണോ വിശ്വസിക്കുന്നത്, അത് ആ ആളിനെയാണോ വിശ്വസിക്കുന്നത്? സ്വാഭാവികമായിട്ടും നമ്മുടെ അടുത്ത് വന്ന് പറയുന്ന, നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരാളാണെങ്കിൽ അയാൾ പറയുകയാണ് നല്ലതെന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കും. അതുപോലെയാണ് നിങ്ങൾക്ക് പാലക്കാട് തെരഞ്ഞെടുപ്പ് ഓർമ്മയുണ്ടോ? ഒരു അടിമുടി ഫ്രോഡനായിട്ടുള്ള, അതും പോരാഞ്ഞിട്ട് ഇയാൾ യൂത്ത് കോൺഗ്രസിലെയും മഹിളാ കോൺഗ്രസിലെയും സ്ത്രീകളെ ഉൾപ്പെടെ പീഡിപ്പിച്ചിട്ടുണ്ട്, ആക്രമിച്ചിട്ടുണ്ട്, അവരോട് മോശം മെസ്സേജ് അയച്ചിട്ടുണ്ട്, മോശം ബിഹേവിംഗ് ആണെന്നുള്ള പരാതി ഷാഫിക്ക് നേരിട്ട് കൊടുത്തിട്ടുള്ളതെല്ലാം കൈവശം വച്ചിട്ട് ആ ഫ്രോഡിനെ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വിദഗ്ധമായിട്ട് ആ പ്രോഡക്റ്റ് മനോഹരമാണ്, നിങ്ങൾക്കൊരിക്കലും അതിനെക്കുറിച്ച് ഓർത്ത് റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല എന്നുള്ള ഉറപ്പ് തരുന്ന ഒരു ദൃശ്യം നിങ്ങൾ കണ്ടതിന് ശേഷം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ചതിയിൽപ്പെട്ട് കഴിയുമ്പോൾ ഒരാൾ ഊരിപ്പോകുന്ന രീതി എന്താണെന്ന് ഇന്നത്തെ ഷാഫിയെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആലോചിച്ചാൽ കൃത്യമായി പിടികിട്ടും. പാർട്ടി എടുത്ത റിസ്കിന് പാർട്ടി ഫ്യൂച്ചറിലേക്ക് നടത്തുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് രാഹുൽ എന്ന് പറയുന്നത്. അത് ആ സമ്മാനത്തെ തീരുമാനമെടുക്കുമ്പോൾ ഞങ്ങൾക്കുള്ള ഒരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഞങ്ങൾ കാണുന്നു. ആ സമ്മാനത്തെ പാലക്കാടിനുള്ള ഒരു സമ്മാനമായിട്ട് മാറ്റാൻ കഴിയും. അയാളുടെ പ്രവൃത്തിയിലൂടെ അല്ല ഇവിടുത്തെ ജനങ്ങളുമായിട്ട് സ്ഥാപിച്ചു തുടങ്ങിയിരിക്കുന്ന ബന്ധത്തിലൂടെ പാലക്കാട് വോണ്ട് റിഗ്രറ്റ് അബൌട്ട് ഇറ്റ്. പാലക്കാടിന് അതിന് ഖേദിക്കേണ്ട ഒരു സാഹചര്യം കാൻഡിഡേറ്റോ UDF ഉണ്ടാക്കില്ല. ഇൻ കേസ് ഓഫ് റിസൾട്ട് ഓഫ് ദി ഇലക്ഷൻ റിസൾട്ടിന്റെ കാര്യമാണെങ്കിലും ഇലക്ഷന് ശേഷം വരുന്ന പോസിറ്റീവ് റിസൾട്ടിലെ ഇവിടുത്തെ അയാളുടെ ഇന്റർഫിയറൻസ് എഫക്റ്റ് ആണെങ്കിലും അതിലും പാലക്കാട് റിഗ്രറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കില്ല. ഈ തീരുമാനം പാലക്കാടിനും നല്ലതായിട്ട് ഭവിക്കുമെന്ന കാര്യത്തിന് സംശയം വേണ്ട. ഷാഫിക്ക് പകരം രാഹുലാണ് എന്നൊരു പ്രീ കണ്ടീഷൻ വച്ചിട്ടില്ലായിരുന്നു. ഇല്ലില്ല, അങ്ങനെ പാർട്ടിയുടെ മുമ്പിൽ പ്രീ കണ്ടീഷൻ വെക്കാൻ പറ്റില്ല. ഷാഫിയുടെ കൂടി ഇഷ്ടം പരിഗണിക്കാം, അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? കേട്ടല്ലോ, ഇങ്ങനെ ആയിരുന്നു അന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഫ്രോഡിനെ അവതരിപ്പിച്ചത്. ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. ഇപ്പൊ റിഗ്രറ്റ് ചെയ്യുന്നില്ലല്ലോ. പാലക്കാടുള്ള ഒരു യുവമോർച്ചയുടെ ചെറുപ്പക്കാരന്റെ വൈഫിനെയാണ് ഇവൻ പീഡിപ്പിച്ചത്, ഗർഭിണിയാക്കിയത്, ഗർഭചിത്രം നടത്തിയത്. എന്നിട്ട് അതും പോരാഞ്ഞിട്ടും എത്രയെത്ര കുട്ടികൾ, കോൺഗ്രസ് പാർട്ടിയിലെ ലീഡർമാരുടെ മക്കൾ, ഭാര്യമാർ, ട്രാൻസ്ജെൻഡർമാർ, 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾ, ഇങ്ങനെയൊക്കെ അടിമുടി ഫ്രോഡായ ഒരാളെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് അയാളോടുള്ള ഒരു വിശ്വാസം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നിങ്ങൾക്കിടയിൽ ഉണ്ട്. നിങ്ങളുടെ വിശ്വാസ്യത ആർജിച്ചതിന് ശേഷം നിങ്ങൾ ഏറ്റവും മികച്ച ഒരാളാണ്, ഒരു പ്രോഡക്റ്റാണ് നിങ്ങളുടെ മുന്നിൽ തരുന്നു എന്ന് നിങ്ങളെ വിശ്വസിപ്പിച്ച മാധ്യമങ്ങളിൽ ഇതുപോലെ പോയിരുന്ന് ഒരു വ്യക്തിയെക്കുറിച്ച് അറിയാമായിരുന്നിട്ടും ആ കപടനെ, ആ ഫ്രോഡിനെ സമൂഹത്തിന്റെ മുന്നിൽ മാന്യവൽക്കരിച്ച് അവതരിപ്പിച്ചതിൽ ഇയാൾ തെറ്റുകാരനാണോ അല്ലയോ? അതിന് ഒരു ഉദാഹരണം കൂടി പറയുന്നത്, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഉറപ്പ് തന്ന ആൾ, അതായത് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾ ഒരാളുടെ വാക്ക് വിശ്വസിച്ചാണ് ആ ഒരു സംരംഭത്തിൽ ചേരുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് എടുക്കുന്നത്, ബാങ്കുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നിക്ഷേപം നടത്തുന്നത്, അതിനുശേഷം തട്ടിപ്പിനിരയായി എന്നറിയുമ്പോൾ നിങ്ങൾ ആദ്യം ആരെ തേടി വേണം പോകേണ്ടത്? നിങ്ങളടുത്ത് ഇത് മികച്ചതാണെന്നും ഉറപ്പ് തന്നു എന്ന് പറയുന്ന വ്യക്തിയോടായിരിക്കുമല്ലോ നിങ്ങൾ ഇത് പറ്റിക്കപ്പെട്ടു എന്നുള്ള ആദ്യത്തെ കാര്യം പറയേണ്ടത്. അയാളല്ലേ നിങ്ങളെ കൊണ്ടുവന്ന് ഈ കുടുക്കിൽ ചാടിച്ചത്? അയാൾ കാരണമല്ലേ ഈ ഒരു അബദ്ധം നിങ്ങൾക്കും പറ്റിയത്? സ്വാഭാവികമായി അയാൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് അവതരിപ്പിച്ച ഫ്രോഡിനെ തിരിച്ചറിഞ്ഞാൽ ആരെ വേണം കുറ്റപ്പെടുത്താൻ? ആരുടെ കുത്തിന് വേണം പിടിക്കേണ്ടത്? ഷാഫിയുടെ ആണോ അല്ലയോ? ഇന്നലകളിൽ എത്ര വിദഗ്ധമായിട്ടാണ് പല പരാതികളും കയ്യിലിരിക്കുമ്പോൾ ഷാഫി ആ മഹാനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ വാഴ്ത്തുപാട്ട് പാടിയത്. നിങ്ങളുടെ മുന്നിലേക്ക് ജാതിയും മതമൊക്കെ ഒളിച്ചു കടത്താൻ വൈദഗ്ധ്യമുള്ള ആ മഹാൻ ചെയ്ത പ്രവൃത്തി
എന്താണെന്ന് ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇതിനുശേഷം ഇന്ന് അയാൾ പലയിടങ്ങളിലും നടത്തുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ എത്രമാത്രം ഫ്രോഡാണ്, ആരെപ്പോലെ, ആ മാങ്ങാണ്ടിയെപ്പോലെ തന്നെ ഷോഫിക്കയുമെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. സാഹചര്യങ്ങൾക്കനുസരിച്ചും രാഷ്ട്രീയ ഭാവിക്കും വേണ്ടിയും കൃത്യമായിട്ട് അഭിനയിച്ച് തകർക്കുകയാണ്. ഒരുപക്ഷെ തള്ളിപ്പറയാൻ പറ്റാത്തത് അവൻ പിടിക്കപ്പെട്ടാൽ നാളുകളിൽ അവൻ അറിയാവുന്ന കാര്യങ്ങളാൽ, അല്ലെങ്കിൽ എന്നെക്കുറിച്ചുള്ള എൻ്റെ ബിസിനസ്, എൻ്റെ വഴിവിട്ട യാത്രകൾ, അതിനെക്കുറിച്ചെല്ലാം കൃത്യമായിട്ട് ഒരു വ്യക്തിക്ക് അറിയാമെങ്കിൽ തള്ളിപ്പറയാൻ പറ്റൂ? ചേർത്ത് നിർത്താനേ പറ്റുള്ളൂ. തള്ളിപ്പറഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പലതും PR ടീമിലൂടെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനും അവസാനിക്കില്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ഇന്നലകളിൽ നിങ്ങളെ പറ്റിച്ച വ്യക്തി ആരെ തന്നെ ചേർത്ത് പിടിക്കും? നിങ്ങൾ പറ്റിക്കപ്പെട്ടെങ്കിലും നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് പറ്റിച്ചവനോടൊപ്പമേ നിൽക്കുള്ളൂ. അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. അതിന് കാരണം എന്താണ്? അവർ തമ്മിലുള്ള ഡീലിങ്സ് ആണ്, അന്തർധാരയാണ്, തെളിവുകളാണ്.